സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് അല്ലാഹുവേ ജീവിക്കാ പഠിക്കുവാപ്പാ. വാശിയും വൈരാഗ്യവും കളവുപ്പാ. പ്രായം കുറയായില്ലേ, മക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടില്ലേ, നിന്റെ മുടിയെല്ലാം നരച്ചു പോയില്ലേ, ഒരുപാട് രോഗങ്ങൾ നിനക്കില്ലേ വാപ്പാ, എന്നിട്ടും എന്താ നീ പഠിക്കാത്തത്? എന്റെ പ്രിയമുള്ളവരെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഈ വാദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 10 വയസ്സുള്ള പൊന്നുമോൾക്ക് അല്ലാഹുവേ ബ്ലഡ് ക്യാൻസറാ ഉസ്താദേ, ദുആ ചെയ്യണേ. കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുകയാ, ദുആ ചെയ്യണേ, പ്രതീക്ഷയില്ല. പടച്ചവരെ, ഇതുപോലെ എത്രയോ കാഴ്ചകൾ വാദിന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ കിഡ്നി തകർന്നിട്ട് 35 ലക്ഷം രൂപ ചെലവാ ഉസ്താദേ. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ, ആ വൃക്കയൊന്ന് മാറ്റിവെക്കാൻ 35 ലക്ഷം രൂപ വേണം. എന്ത് വഴിയുമില്ല, ഡേറ്റ് വരെ കിട്ടിയിരിക്കുകയാ. ഈ സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും വാട്സപ്പിലൂടെ ആ സഹോദരന് വേണ്ടി പിരിവെടുത്തവരാ, ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ സഹോദരന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ.